MLA-ക്കെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെതിരെ സമാന കുറ്റങ്ങളുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഡിജിറ്റൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തു. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. ഇതിലും ഈ കേസിലും നിതിൻ വളരെ ഗൗരവത്തിലുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് പറയുമ്പോൾ അത് കോടതി ശരിവെക്കുകയാണ്. കാരണം സംഭവം ഉണ്ടായി എന്ന് പറയുന്ന ദിവസത്തിന് ശേഷവും ഈ പരാതിക്കാരി രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത് എന്താണ് തെറ്റ് ഇത്തരം ബന്ധങ്ങളിൽ എന്ന് ചോദിക്കുകയാണ്. വിവാഹിതനായ ഒരു പുരുഷൻ വിവാഹിതയായ ഒരു സ്ത്രീയുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത്തരം ബന്ധം പുലർത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതി നടത്തുകയാണ് അല്ലേ അനുജ? അത്തരത്തിൽ തന്നെയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സുപ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. എന്തായാലും നിലവിലത്തെ പരാമർശങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു പരാമർശങ്ങളാണ്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങൾ ഇത്തരത്തിലാണ്. പരാതിക്കാരിയുമായുള്ള പരസ്പര ബന്ധം സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് തോന്നുന്നതാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം. മാത്രമല്ല ഫോറൻസിക് റിപ്പോർട്ട് വായിച്ച ശേഷമാണ് ഇത്തരമൊരു പരാമർശം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ നഗ്ന വീഡിയോ കൈവശം വെക്കുന്നത് അത് മറ്റൊരു കുറ്റകരമാണ് എന്നൊരു നിലയിലാണ് ഇപ്പോൾ കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്. നിയമപരമായി രാഹുലിന് പരസ്പര സമ്മതത്തിലുള്ള ബന്ധമാവാം, അത് അനുവദനീയമാണ്, ധാർമ്മികമായി അത് തെറ്റില്ല എന്നാണ് കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്. ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചെന്ന് പരാതിക്കാരി പറയുന്നു. അതേസമയം തന്നെ 2 ദിവസത്തിന് ശേഷം അയാൾക്കൊപ്പം ഈ പരാതിക്കാരി വീണ്ടും ഉണ്ടായിരുന്നു എന്ന് കോടതി ഇപ്പോൾ പരാമർശമായി നടത്തിയിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ പരാമർശമാണ് ഇപ്പോൾ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. കാരണം പ്രധാനമായും രാഹുലിനെതിരെ സമാനമായ കുറ്റകൃത്യങ്ങളുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ ഒരു കേസിലെ കാര്യം മാത്രമേ പരിഗണിക്കാനാകൂ എന്നൊരു നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം മറ്റ് കേസുകളുടെയും അതോടൊപ്പം തന്നെ ഒരു അന്തിമ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കേസുകളുടെ കാര്യം മാത്രമേ ഇപ്പോൾ പരിഗണിക്കാൻ സാധിക്കൂ എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും MLA-ക്കെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടികൾക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി നടക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഈ തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയോട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോസിക്യൂഷൻ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹൂ കേസ് എന്ന നിലപാടാണ് ആദ്യം രാഹുൽ എടുത്തത്. എല്ലാ കേസിലും ഒരു പൊതു സ്വഭാവം കൊണ്ടെന്ന് പ്രോസിക്യൂഷൻ ഈ വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വാദം ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോഴത്തെ പരാമർശങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു നിലയിലാണ് കോടതിയുടെ ഭാഗത്തും വന്നിരിക്കുന്നത്. എന്തായാലും ഒരു അന്തിമവിധി അല്പസമയത്തിനും തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർക്കുകയാണ്. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുൽ MLA എന്ന നിലയിൽ തന്നെ ഏറെ സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പരാതി നൽകാൻ പെൺകുട്ടികൾ അല്ലെങ്കിൽ മൊഴി നൽകാൻ പെൺകുട്ടികൾക്ക് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ മൊഴി നൽകാൻ പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ എന്തായാലും കോടതിയെ അറിയിച്ചിരിക്കുന്നത്. രാഹുലിന് വേണ്ടി ഹാജരായത് S. രാജീവ് എന്ന അഭിഭാഷകനാണ്. നിലവിൽ ഇപ്പോൾ വാദം തുടരുകയാണ്. എന്തായാലും ചില സുപ്രധാനപ്പെട്ട പരാമർശങ്ങളും നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തും വന്നിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ്, അത് തെറ്റില്ല എന്ന നിലപാടാണ് കോടതിയുടെ ഭാഗത്തും വന്നിരിക്കുന്നത്. ധാർമ്മികമായി തെറ്റില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വിശദമായ വാദം അതിന്റെ നിലയിലേക്ക് പോകുന്നുണ്ട്. അല്പസമയത്തിന് ഇതൊരു അന്തിമ ഉത്തരവ് കോടതിയുടെ ഭാഗത്തും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, അതാണ് മറ്റ് കേസുകളെ കുറിച്ചൊക്കെയുള്ള പ്രോസിക്യൂഷൻ വാദത്തിൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത്. നിലവിൽ ഈ ഒരൊറ്റ കേസ് മാത്രമേ കോടതിക്ക് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. 3 കേസിൽ ഒരെണ്ണത്തിൽ പോലും അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഹൈക്കോടതി പറയുകയാണ്. ഏതായാലും വളരെ ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ആ വാദം തുടരുകയാണ്. അതിലെന്താണ് കോടതിയുടെ തീരുമാനം എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.